നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കുറ്റിക്കോൽ പയന്തങ്ങാനത്തെ സുരേഷ് കുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉപ്പളയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. അമ്മനായെ വിഷം കൊടുത്തു കൊന്നതിനെ തുടർന്ന് അനാഥരായി 5 ചോരക്കുഞ്ഞുങ്ങൾ. സംരക്ഷണമേകി കൊളത്തൂർ ചൂരിക്കോട് നെടുവോട്ടുപാറയിലെ മുഹമ്മദ് അഷ്റഫിന്റെ കുടുംബം. മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P. പത്മിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണം. DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിത്താങ്കോളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കുറ്റിക്കോൽ പയന്തങ്ങാനത്തെ സുരേഷ് കുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ സിനിയെ കഴുത്തിന് വെട്ടേറ്റ നിലയിൽ കാസർഗോഡ് ചെങ്കളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:15ഓടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ശേഷം ഭർത്താവ് മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുറ്റിക്കോൽ പയ്യങ്ങാനം ഗ്രാമം. പയ്യങ്ങാനം പ്രണവം വീട്ടിൽ സുരേഷ് കുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ സിനിയുടെ കഴുത്തിനാണ് വെട്ടേറ്റിട്ടുള്ളത്. പരിക്കേറ്റ സിനിയെ ചെങ്കള നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8:15ഓടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കഴുത്തിന് വെട്ടേറ്റ നിലയിൽ സിനി സമീപത്തെ വീട്ടിലേക്ക് എത്തുകയും സംഭവം അറിയിക്കുകയുമായിരുന്നു. വീട്ടുകാർ ഉടൻ തന്നെ സിനിയെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് നാട്ടുകാർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ബേഡകം പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. കുടുംബ വഴക്കാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നേരത്തെ ഗൾഫിലായിരുന്ന സുരേഷ് കുമാർ 2 വർഷമായി നാട്ടിലെത്തിയ ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചു വരികയായിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പളയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. പ്രദേശത്തെ പ്രധാന പാതയടക്കം കടലെടുത്തതോടെ പുറം ലോകത്തേക്ക് എത്തുവാൻ പോലും ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. 2014 മഞ്ചേശ്വരം തുറമുഖം നിർമ്മിച്ചതിന് പിന്നാലെയാണ് തെക്കുഭാഗത്തെ തീരത്ത് ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമായത്. 2014 മഞ്ചേശ്വരം തുറമുഖം നിർമ്മിച്ചതിന് പിന്നാലെ തുറമുഖത്തിന്റെ തെക്കുഭാഗത്ത് കടലേറ്റം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ച് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പദ്ധതി ശാസ്ത്രീയമായി പൂർത്തിയാക്കിയിട്ടില്ല എന്ന ആരോപണം ശക്തമാണ്. നിർമ്മാണ പ്രവൃത്തി ഉപ്പളയിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറിയ പുഴയുടെ മുമ്പിൽ അവസാനിപ്പിച്ചതോടെ പ്രശ്നം ഒന്നും കൂടി ഗുരുതരമായിരിക്കുകയാണ്. ഷിറിയ വലിയ പുഴയുമായി ബന്ധിപ്പിക്കേണ്ടിയിരുന്നിടത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പ്രതിസന്ധി ഉണ്ടാവുകയില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ 50ലധികം വീടുകളാണ് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. കൂടാതെ ഈ കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും സഞ്ചാര സ്വാതന്ത്ര്യവുമെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ പെയ്ത ശക്തമായ മഴ മൂലം കടൽ പ്രക്ഷുബ്ധമായതോടെ സാഹചര്യം കൂടുതൽ മോശമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡും പോയി 5-6 വീട് പോകാൻ നിൽക്കുക. അപ്പോൾ നമുക്കിപ്പോൾ റോഡില്ലാത്ത എന്തെങ്കിലും എമർജൻസി വന്നാലും ആരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് 1 കിലോമീറ്റർ പോയിട്ട് പിന്നെയാണ് നമുക്ക് നാഷണൽ ഹൈവേ കിട്ടുക. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആർക്കും വേണ്ട. ഇവിടുത്തെ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കും അല്ല, ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇഗ്നോർ ചെയ്യുക. ഐ ഡോണ്ട് നോ ലൈക്ക് വെദർ ഇറ്റ് വിൽ വർക്ക് ഓർ നോട്ട്, ബട്ട് ഇഫ് സമ്മൺ സീസ് ദിസ് പ്ലീസ് ഹെൽപ്പ് അസ്. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം കാസർഗോഡ് നിന്ന് ഈ മൂലക്കാണ് ഞങ്ങളുള്ളത്. അപ്പോൾ പണ്ട് തൊട്ട് ഞങ്ങളെ ആർക്കും വേണ്ട. അപ്പോൾ വീടും പോകാനായി നിങ്ങളെന്ന് വിചാരിക്കും ഒരു വീട് കെട്ടാൻ എത്ര കഷ്ടപ്പാടാണ്. 22ാം വാർഡിലെ അംഗം പ്രദേശത്ത് തന്നെ ഇല്ലെന്നും അതുപോലെ MLAക്ക് വിവരമറിയിച്ചിട്ടും ഇതുവരെ സ്ഥലം സന്ദർശിക്കുവാൻ പോലും തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. And the reply was, I have reported. Then I asked for, can you give me the report which you have reported for MLA? I will file an RTI. But the reply was, I orally said to MLA. Is it that thing which should be said by a ward member? And ward member is not in the ward. She is somewhere in Mumbai. And I called to MLA's office, and MLA's office replied me saying that we
we are looking for them. We are looking into that. And I called Tahsildar. And Tahsildar said me that village officer had not reported. They are playing with the life of 50 homes. 50 homes are in stake. In next 1.5 years, more than 50 homes are going to go in this town. 50 homes. കടൽ തടയണയുടെ നിർമ്മാണം വാർഡ് 22 മുതൽ ഷിറിയ പുഴ വരെ ശാസ്ത്രീയമായി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ ഇന്നുവരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പ്രദേശവാസികളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സംഭവത്തെക്കുറിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജനിച്ച് 10 ദിവസം മാത്രം പ്രായമായ നായ്ക്കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമേകുകയാണ് കൊളത്തൂർ ചൂരിക്കോട് നിടുവോട്ടുപാറയിലെ മുഹമ്മദ് അഷ്റഫിൻ്റെ കുടുംബം. അമ്മ നായയെ ആരോ വിഷം കൊടുത്ത് കൊന്നതിനെ തുടർന്നാണ് 5 ചോരക്കുഞ്ഞുങ്ങൾ അനാഥരായത്. വഴിയരികിൽ ചത്തുപോകുമായിരുന്ന അവസ്ഥയിലുണ്ടായിരുന്ന നായ്ക്കുഞ്ഞുങ്ങളെ അഷ്റഫും കുടുംബവും ഏറ്റെടുക്കുകയും പാൽ ഉൾപ്പെടെ നൽകി പരിചരിക്കുകയുമാണ്. കണ്ണില്ലാത്ത ക്രൂരതയാണ് കൊളത്തൂർ ചൂരിക്കോട് നിടുവോട്ടുപാറയിൽ നടന്നത്. 5 ചോരക്കുഞ്ഞുങ്ങളുള്ള അമ്മ നായയെ യാതൊരു ദയയുമില്ലാതെ വിഷം കൊടുത്തു കൊല്ലുന്ന സംഭവമാണ് ഇവിടെയുണ്ടായത്. ഇതോടെ കണ്ണുപോലും തുറന്നിട്ടില്ലാത്ത നായ്ക്കുഞ്ഞുങ്ങൾ പെരുവഴിയിലായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ മുഹമ്മദ് അഷ്റഫ് ഈ നായ്ക്കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംരക്ഷണം നൽകുകയും ചെയ്തു. മികച്ച വാസസ്ഥലമൊരുക്കി പാൽ ഉൾപ്പെടെ നൽകിയാണ് നായ്ക്കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത്. അഷ്റഫിന്റെ ഈ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ നായ്ക്കുഞ്ഞുങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ തയ്യാറാണെന്ന് അഷ്റഫ് പറയുന്നു. എൻ്റെ പോരൻ്റെ അടുത്തുള്ള ഒരു സംഭവമാണ്. 5 നായ്ക്കുഞ്ഞിനെ നോക്കിക്കോ. ഇത് അയക്കുടിക്കാർ ആരും 10 ദിവസം പോലും അയക്കാത്ത എത്തിച്ച് ഈ നായ്ക്ക് വിഷം വെച്ചിട്ട് കൊന്നതാണ്. ഇപ്പം അതിൻ്റെ 5 കുഞ്ഞ് ഇങ്ങനെ കൂക്കുന്ന വേണ്ടിയിട്ട് നമ്മളവിടെ സെപ്റ്റിബർ വരയിലാണ് ഇത് പെറ്റിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിനെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ്. അത്രമേലും ദുഷ്ടന്മാരാണ്. പെറ്റ നായ്ക്ക് പൂച്ചക്കെല്ലാം വിഷം വെച്ചിട്ടെല്ലാം കൊല്ലുന്നത്, നായിനെ കത്തിയോട് കൊത്തിയിട്ട് കൊല്ലല്, ഇതെല്ലാം അധികാരികൾക്ക് എത്തണം. പ്രദേശത്ത് നായകളെയും പൂച്ചകളെയും വിഷം കൊടുത്തു കൊല്ലുന്നത് പതിവാണെന്ന പരാതിയുണ്ട്. നേരത്തെ കത്തി ഉപയോഗിച്ച് ഒരു നായയെ വെട്ടിയതായും ക്രമേണ പരിക്ക് ഗുരുതരമായ നായ ചത്തതായും പ്രദേശവാസികൾ പറയുന്നു. നായശല്യമുണ്ടെങ്കിൽ വാർഡ് മെമ്പർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാതെ ഇത്തരത്തിൽ കൊന്നു തള്ളുന്നത് വേദനയുളവാക്കുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. 2ാം ഘട്ട വിതരണോദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രൈമറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 6000 രൂപ വില വരുന്ന മേശയും കസേരയുമാണ് വിതരണം ചെയ്തത്. 2ാം ഘട്ടത്തിൽ 12 വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചർ വിതരണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ 13 വിദ്യാർത്ഥികൾക്കും കസേരയും മേശയും നൽകിയിരുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 1.5 ലക്ഷം രൂപ ചെലവിലാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ വിതരണം നടത്തിയത്. 2ാം ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി നിർവഹിച്ചു. അതിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 12ഓളം കുട്ടികൾക്കുള്ള മേശയും കസേരയുമാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 24 വർഷവും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം DM കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ S ഐശ്വര്യ, അക്വാകൾച്ചറൽ പ്രൊമോട്ടർ TV സുജിത്, സാഗരമിത്ര ശ്രുതിരാജ്, ഫിഷറീസ് വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ K അബ്ദുൽ മുനീർ, അംഗം പ്രദീപൻ തുരുത്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1988 മുതൽ 91 കാലഘട്ടങ്ങളിൽ പഠിച്ചവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരിക്കൽ കൂടി സ്നേഹത്താഴ്വരയിൽ സമാഗമം 2025 ശ്രദ്ധേയമായി. 5000 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അമൃത ജോഷി കുമ്പളയെ ചടങ്ങിൽ അനുമോദിച്ചു. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1988-91 കാലഘട്ടങ്ങളിൽ പഠിച്ചവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരിക്കൽ കൂടി സ്നേഹത്താഴ്വരയിൽ സമാഗമം 2025 കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിരവധി രാജ്യങ്ങളിലായി 5000 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അമൃത ജോഷി കുമ്പളയ്ക്ക് അനുമോദനം നൽകി. പ്രതിഭാധനരായ കായിക താരങ്ങൾ വർത്തമാനകാലത്തെ നാടിന്റെ മുതൽക്കൂട്ടാണെന്ന് അഷ്റഫ് കർല പറഞ്ഞു. അവിടെ നിന്നാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്
ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീറ്റിംഗ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 60 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ സ്ഥാപിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. ആ നിയമത്തെ ലംഘിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കുമ്പളയും ആലിക്കാടിയിൽ വെച്ചൊരു കടപ്പാടിയിൽ നിന്ന് 22 കിലോമീറ്റർ കഴിഞ്ഞാൽ ആലിക്കാടിക്ക് അത്രയും ദൂരമുള്ളൂ. അവിടെ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയ കൊടിനീള ഭേദങ്ങൾക്കപ്പുറത്ത് ജനകീയമായൊരു സമരം നടക്കുകയാണ്. ഒന്നാംഘട്ട സമരം കഴിഞ്ഞ് രണ്ടാമത്തെ സമരം മറ്റന്നാൾ തിങ്കളാഴ്ച 10,000 സംഘടിപ്പിച്ചുകൊണ്ട് കുമ്പളയിൽ നിന്ന് ടോൾ ഗേറ്റിലേക്കുള്ള പ്രസക്തമായ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതിലേക്ക് നിങ്ങളുടെയൊക്കെ സജീവമായ സഹകരണവും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും രണ്ടാമത്തെ നമ്മുടെ കൂടിച്ചേരലാണ് 988. ചടങ്ങിൽ സത്താർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അതിഥികൾക്കുള്ള ഉപഹാരവും സമ്മാനങ്ങളും സിദ്ദീഖ് BMK, മറിയത്ത് നജീമ, ആയിഷ അബ്ദുള്ള, ഓമന എന്നിവർ സമ്മാനിച്ചു. ചടങ്ങിൽ ലത്തീഫ് JHL, നൂർ ജമാൽ, റഷീദ് കർല, ആരിഫ്, റഷീദ, നബീസ, ജലാൽ, അബ്ദുൽ ഹമീദ് IB തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ലത്തീഫ് JHL, നൂർ ജമാൽ, റഷീദ് കർല, ആരിഫ്, റഷീദ, നബീസ, ജലാൽ, അബ്ദുൽ ഹമീദ് IB തുടങ്ങിയവർ സംസാരിച്ചു. ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും മൊയ്തീൻ അസീസ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാങ്കോളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം P. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാങ്കോടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ജില്ലാ കമ്മിറ്റി അംഗം P. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചർച്ചകൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ലോകത്തിനകത്ത് മുന്നോട്ട് വന്ന രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, കുറച്ച് മുമ്പ് ഇറാനെതിരെ ഈ രീതിയിലേക്ക് ആക്രമണം സംഘടിപ്പിക്കുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിലവിൽ ഒരു ദിവസം മുമ്പാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ആക്രമണം അയച്ചുവിടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ ഹക്കീം സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മജീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ സച്ചിൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വരാജ്, കമ്മിറ്റി അംഗങ്ങളായ ആസിഫ്, മനീഷ, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്ര ക്ലബ്ബും അഡോളസൻ ആൻഡ് കരിയർ ഗൈഡൻസ് സെല്ലും സംയുക്തമായി സംഘടിപ്പിച്ച സൈടോക്സ് എന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം വിപുലമായി സംഘടിപ്പിച്ചു. പ്രശസ്ത ശാസ്ത്ര പ്രചാരകൻ ഡോക്ടർ വൈശാഖൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രത്തെ മാറ്റി നിർത്തി മനുഷ്യന് നിലനിൽപ്പില്ലെന്ന് വൈശാഖൻ തമ്പി പറഞ്ഞു. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്ര ക്ലബ്ബും അഡോളസൻ ആൻഡ് കരിയർ ഗൈഡൻസ് സെല്ലും സംയുക്തമായി സംഘടിപ്പിച്ച സായി ടോക്സ് എന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും ആദ്യ പ്രഭാഷണവും പ്രശസ്ത ശാസ്ത്ര പ്രചാരകൻ ഡോക്ടർ വൈശാഖൻ തമ്പി നിർവഹിച്ചു. സ്കൂളിന് പുറത്തെ ശാസ്ത്രം എന്ന വിഷയത്തിലൂന്നി ശാസ്ത്രബോധം വളർത്തുന്നതിന് മാത്രമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് ശാസ്ത്രം പഠിക്കേണ്ടത് എന്നും നമ്മുടെ സാമാന്യ ധാരണകളെ ചിന്ത കൊണ്ട് മാറ്റം വരുത്താനാകുമെന്നും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് P. ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ K. ശങ്കരൻ, സീനിയർ അസിസ്റ്റന്റ് പ്രിയേഷ് കുമാർ K എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സനിൽകുമാർ TV സ്വാഗതവും കരിയർ കോർഡിനേറ്റർ രേഷ്മ AR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ദേശീയപാതയോരത്ത് ജല അതോറിറ്റി അധികൃതർ സ്ഥാപിച്ച കൺട്രോൾ വാൾവിന്റെ മൂടാത്ത കുഴിയിൽ കാൽ കുടുങ്ങി സഹകരണ ബാങ്ക് ജീവനക്കാരന്റെ കാൽഞരമ്പുകൾ മുറിയുകയും എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് സീനിയർ ക്ലർക്ക് വെങ്ങാട്ടെ E. മനോജ് കുമാറാണ് ജല അതോറിറ്റി അധികൃതരുടെ അനാസ്ഥ മൂലം ഗുരുതര പരിക്കേറ്റ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വീട്ടിനടുത്തുള്ള റോഡിലൂടെ നടന്നുവരവെ കൺട്രോൾ വാൾവിന്റെ തുറന്നിട്ട കുഴിയിൽ മനോജ് കുമാറിന്റെ കാൽ കുടുങ്ങുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഏറെ സമയം പണിപ്പെട്ട് മനോജിന്റെ ചോരവാർന്ന ഇടത് കാൽപാദത്തിന്റെ അടിഭാഗത്തെ 3 ഞരവുകൾ അറ്റ നിലയിൽ മനോജിനെ പുറത്തെടുത്തത്. വാൾവിന്റെ മുകളിലെ നോബിനടിയിൽപ്പെട്ട് മാംസവും മുറിഞ്ഞു പോയതിനാൽ പിന്നീട് പ്ലാസ്റ്റിക് സർജറി മാത്രമേ പോംവഴിയുള്ളൂവെന്ന് മംഗളൂരു ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞു. ചീമേനി ഭാഗത്തു നിന്നും ചെറുവത്തൂർ മുണ്ടക്കണ്ടം വെങ്ങാട്ട് ഭാഗങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ നിന്നും വെങ്ങാട്ട് റെയിൽവേ ലൈൻ റോഡിന്റെ തുടക്കത്തിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കൺട്രോൾ വാൾവിന്റെ കുഴിയിലാണ് മനോജിന്റെ കാൽ കുടുങ്ങിയത്. ജല അതോറിറ്റി അധികൃതർ റോഡരികിൽ സ്ഥാപിച്ച കൺട്രോൾ വാൾവിന്റെ കുഴി മൂടാത്തതാണ് മനോജ് കുമാറിന്റെ കാലിന് ഗുരുതര പരിക്കേൽക്കാനും തൊഴിലെടുക്കാനും പറ്റാത്ത സാഹചര്യമുണ്ടാക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു.
ജല-അതോറിറ്റി അധികൃതരെ നാട്ടുകാർ അപകട വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് മനോജും കുടുംബവും. മനോജ് കുമാറിന്റെ ഗുരുതര പരിക്കേൽക്കാനിടയാക്കിയ ജല-അതോറിറ്റി കൺട്രോൾ വാൾവിന്റെ മുകളിലെ കോൺക്രീറ്റ് റിംഗിൽ ഇനിയും അപകടമുണ്ടാവാതിരിക്കാൻ നാട്ടുകാർ കല്ല് മൂടിവെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിനടുത്തുള്ള ബങ്ങാട്ട് റോഡിലെ നടന്നു വരുമ്പോൾ വീട്ടിന് തൊട്ടടുത്തുള്ള ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു കൺട്രോൾ വാൾവ് ഉണ്ടായിരുന്നു. അതിൽ മുമ്പൊക്കെ ഒരു മൂടി ഉണ്ടായിരുന്നു. അത് നടന്നു വരുമ്പോൾ അബദ്ധത്തിൽ എൻ്റെ കാലയിൽ കണിയും കാലിൻ്റെ ഞരവിന് ഗുരുതരമായ പരിക്ക് പറ്റിയും മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉൾപ്പെടുത്തുന്നു. ജല-അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ ശ്രീരുദ്രവും ലക്ഷാർച്ചനയും നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. KCCF ചെയർമാനും മുൻ MLA-യുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രത്തിൽ ശ്രീരുദ്രവും ലക്ഷാർച്ചനയും നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. KCCF ചെയർമാനും മുൻ MLA-യുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അർത്ഥവത്തായിട്ടുള്ള വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഭരണഘടനാ നിർമ്മാണ സഭ എത്തിച്ചേർന്ന നിഗമനം ഇത് വ്യക്തികളും ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയിൽ തന്നെ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുണ്ട്. വിശ്വാസം മനുഷ്യൻ്റെ മനസ്സിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരാൾ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാമൂർത്തിയെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ എല്ലാ ദുഷ്ടചിന്തകളും ഇല്ലാതാകണം, അല്ലെങ്കിൽ ഇല്ലാതായി തീരും എന്നാണ് വിശ്വാസം. ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്ര കലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കല്ലറ കമ്പിക്കാത്ത് കലിയത്തിൽ കുഞ്ഞമ്പു നമ്പ്യാർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശശി പെരിങ്ങേത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കത്ത്, KV ജാനകി, CV ഗിരീശൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K രാജേഷ്, ട്രസ്റ്റി ബോർഡ് അംഗം P പ്രകാശൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രകാശ് വള്ളിയോട്ട്, KP സുനിൽകുമാർ, P സുകുമാരൻ, CK സരസ്വതി അമ്മ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രകലാ അവാർഡ് നേടിയ KV തമ്പാൻമാരാർ, സമാജം അവാർഡ് നേടിയ രാജൻമാരാർ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭീമ ജ്വല്ലറിയുടെ ഭീമോത്സവം 2025 നറുക്കെടുപ്പ് കാസർഗോഡ് ഷോറൂമിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലനോഫ് സ്പാർട്ട നറുക്കെടുപ്പ് നിർവഹിച്ചു. ഭീമ ജ്വല്ലറിയുടെ ഭീമോത്സവം 2025 ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കാസർഗോഡ് ഷോറൂമിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ധന്യ എന്ന ഹെലനോഫ് സ്പാർട്ട ഉദ്ഘാടനം നിർവഹിച്ചു. സോ ഭീമോത്സവം 2025 ലക്കി ഡ്രോവിന്റെ നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നമ്മളിപ്പം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കൂട്ടിയാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് നോക്കാം. കാസർഗോഡ് ഷോറൂം പ്രൈസായ TVS ജുപ്പിറ്റർ കറന്തക്കാട് സ്വദേശിയായ ശ്രവ്യയ്ക്ക് ലഭിച്ചു. ചടങ്ങിൽ ഷോറൂം അധികൃതരും സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രകൃതിയുടെ ഉപാസകൻ പത്മനാഭ മധുരമ്പാടിത്തായരുടെ ഓർമ്മകൾ പങ്കുവെച്ച് സ്മൃതി സംഗമം നടന്നു. പുല്ലൂർ വണ്ണാൻവയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. ദൈവങ്ങൾക്കൊപ്പം പ്രകൃതിയെയും ഉപാസിച്ച തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻ പെരിയ നമ്പി പത്മനാഭ മധുരമ്പാടിത്തായരുടെ ഓർമ്മകൾ പങ്കിട്ട് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. വണ്ണാർവയൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലാണ് സ്മൃതി സംഗമം ഒരുക്കിയത്. പുല്ലൂരിലെ വിവിധ മേഖലകളിലുള്ളവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. സകല ജീവജാലങ്ങളെയും സമഭാവനയോടെ കണ്ട അവധൂത ജന്മമായിരുന്നു പത്മനാഭ മധുരമ്പാടിത്തായരുടേതെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുൻ കീഴ്ശാന്തി മീമണി വാസുദേവൻ കക്കോത്തായ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുള്ള വിവിധ താന്ത്രിക മാന്ത്രിക ചടങ്ങുകളിൽ വളരെ സജീവമായിട്ട് ബ്രഹ്മശ്രീ പത്മനാഭൻ മരുതമ്പാടിത്തായരും അവരുടെ സഹോദരങ്ങളും ഇവരുടെ അച്ഛൻ്റെ കാലഘട്ടം മുതൽ തന്നെ പങ്കെടുത്തു വരുന്നുണ്ട്. വളരെ അടുത്ത് തന്നെ വേളൂർ ശിവക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന സ്വർണ്ണപ്രസവത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഞങ്ങളെ ഒരുപാട്
ദുഃഖത്തിലാക്കുന്നുണ്ട്. പത്മനാഭ മധുരമ്പാടി തായർ 8 വർഷക്കാലത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പിയായിരുന്ന കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹം സദസ്സിനോട് പങ്കുവച്ചു. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ പുല്ലൂർ യോഗാസഭാ സെക്രട്ടറി ഇരവിൽ IK വാസുദേവൻ വാഴുന്നവർ, പത്മനാഭ മധുരമ്പാടി തായരുടെ മകൻ കിഷോർ നാരായണൻ, ഈശ്വരൻ എമ്പ്രാന്തിരി, പി ഉണ്ണികൃഷ്ണൻ, പി കരുണാകരൻ നായർ, മാടിക്കാൽ നാരായണൻ, രവി മധുരമ്പാടി, സൗമ്യ രവീന്ദ്രൻ, അനിൽ പുളിക്കാൽ, ജനാർദ്ദനൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. ഗോസംരക്ഷണവും പ്രകൃതി സംരക്ഷണവും ജീവിതവ്രതമായി സ്വീകരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തെ വരവേൽക്കുവാൻ കുശാൽ നഗർ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലം ഒരുങ്ങി. ഭക്തിയുടെ നിറവിൽ ഗോപൂജയും വൃക്ഷപൂജയും നടന്നു. ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന്റെ ഭാഗമായി കുശാൽ നഗർ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിലെ കുട്ടികളും പ്രവർത്തകരും ഗ്രാമവും ഒരുങ്ങി. ഭക്തിയുടെ നിറവിൽ ഗോപൂജയും വൃക്ഷപൂജയും നടന്നു. കുശാൽ നഗർ സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിലെ കുട്ടികളും പ്രവർത്തകരും രക്ഷാകർത്താക്കളും ചേർന്നാണ് ഗോപൂജയും വൃക്ഷപൂജയും സംഘടിപ്പിച്ചത്. ബാലഗോകുലം ഗോകുല ജില്ലാ സെക്രട്ടറി സുരേഷ് പി പടിഞ്ഞാറക്കര, ഗോകുല പ്രവർത്തക സമിതി രക്ഷാധികാരിയായ കെ നളിനി തുക്കാറാം, ശാലിനി പ്രഭാകരൻ, MP രൂപ സതീഷ്, കെ ഹേമലത സതീഷ് എന്നിവർ പൂജയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു. സാഹിത്യകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുക്കിയ നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ സമർപ്പണം നടന്നു. എഴുത്തുകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് വായിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നും പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ വായന മികച്ചതാണെങ്കിലും പുസ്തകമാകുമ്പോൾ നമുക്ക് എഴുത്തുകാരന്റെ ഭാഷയെ തലോടാനും സ്നേഹിക്കുവാനും സാധിക്കുന്നുവെന്നും ദുർഗയുടെ വ്യാപ്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിലാണ് നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. നമ്മുടെ പൂർവികർക്ക് നമ്മൾ നന്ദി പറയണം. നമുക്ക് ഞങ്ങൾക്ക് വായിക്കാൻ പുസ്തകം നൽകി, വിശക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി, നമുക്ക് കിടക്കാൻ കിടപ്പാടം നൽകി, എല്ലാം നമുക്ക് ലഭിച്ചു. നമുക്ക് ആരാണെന്ന് കിടപ്പാടമില്ലാത്തവർ വളരെ കുറവാണ്, വിശക്കുന്നവർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അങ്ങനെയൊരു കേരളത്തെ നിർമ്മിച്ചതിൽ നമ്മൾ നമ്മുടെ പൂർവികരോട് നന്ദി പറയണം. മാത്രമല്ല അവർ ജീവിതത്തിൽ പ്രവൃത്തി നമ്മൾ തുടരണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം. അതാണ് നമ്മൾക്ക് ഇവിടെ നിറവേറ്റുന്നത്. ആ ശൃംഖലയുടെ ഇനി അറ്റത്തെ കണ്ണികളാണ് നമ്മൾ. നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള അവസരങ്ങൾ മാത്രം ഞാൻ പറയാം. അത് ഗാസയിലെ കുട്ടികളെ കുറിച്ചാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസമുണ്ടായ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കലും സ്കൂളിൽ നടന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ ജനറൽ കൺവീനർ A പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ K വേണുഗോപാൽ നമ്പ്യാർ M മുകുന്ദനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ കാർഡ് വിതരണം ചെയ്തു. എഴുത്തുകാരായ അംബികാസുധൻ മാങ്ങാട്, PVK പനയാൽ, PV ഷാജികുമാർ, കൗൺസിലർമാരായ കുസുമ ഹെഗ്ഡെ, N അശോക് കുമാർ, PTA പ്രസിഡന്റ് EVJ കൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുഗോപാലൻ, സ്കൂൾ HM P സുമ, മുൻ പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത്, പൂർവ്വ വിദ്യാർത്ഥി അംഗം P ദിവാകരൻ, ദുർഗ 30 ഒപ്പരം കൂട്ടായ്മ പ്രതിനിധി ജയന്തി ജയരാജ്, സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത നിതിൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ സ്വാഗതവും കൂട്ടായ്മ ട്രഷറർ P ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കുറ്റിക്കോൽ പയന്തങ്ങാനത്തെ സുരേഷ് കുമാറിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കുമ്പളയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. അമ്മനായെ വിഷം കൊടുത്തു കൊന്നതിനെ തുടർന്ന് അനാഥരായി 5 ചോരക്കുഞ്ഞുങ്ങൾ. സംരക്ഷണമേകി കൊളത്തൂർ ചൂരിക്കോട് നെടുവോട്ടുപാറയിലെ മുഹമ്മദ് അഷ്റഫിന്റെ കുടുംബം. മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണം. ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിത്താങ്കോളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.